ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അയല മുളകിട്ട് കറി. ഇത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് പാന് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ, പെരുംജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. പച്ചമുളക് വട്ടത്തിലാണ് മുറിച്ചിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് വഴന്ന് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും. ചെറിയ ഉള്ളി അതുപോലെ 6 വെളുത്തുള്ളിയും കൂടെ, ഇഞ്ചിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള വെള്ളം, അത് ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കറി. തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അവിടെ ആദ്യം ഒന്ന് നോക്കുക, ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാലും മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. ചാറ് കുറവായ കാരണം പാനിനകത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. താങ്ക് യു.